എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ എങ്ങനെയാണ് കാച്ചണമെന്നില്ല റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ പൂവും ഇലകളും ഒക്കെ കണ്ടിട്ട് ഇതെന്താണ് ഇതുകൊണ്ട് പരിപാടി എന്നൊക്കെ. അപ്പോൾ ഇതൊരു എണ്ണ കാച്ചലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 5-8 എടുത്തിട്ടുണ്ട്. കുറച്ച് ഏകദേശം ഒരു ലിറ്ററിൻ്റെയൊക്കെ മുകളിൽ എണ്ണ കാച്ചുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുള്ളത്. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു മഞ്ഞ അതിലുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി കളയണം. അതിൻ്റെ പൂവ് മാത്രം എടുത്തിട്ടുണ്ട് അതിന്. പിന്നെ കുറച്ച് ഇല കൂടി എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ ഇല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ബ്രഹ്മിയാണ്. വീട്ടിൽ തന്നെ വളർത്തി ഉണ്ടാക്കിയതാണത് ബ്രഹ്മി. അതേപോലെ പനിക്കൂർക്ക, അതിന് ചിലവർ വേറെ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും, പനിക്കൂർക്കയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല അതും കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ വേപ്പിൻ്റെ ഇല അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ. അതേപോലെ കറ്റാർവാഴ, പിന്നെ നെല്ലിക്ക മുറിച്ച് വെച്ചതായിരുന്നു, അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് തെച്ചിപ്പൂവാണ്. തെച്ചിപ്പൂവും കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തുളസിയുടെ ഇല അത് വാടിയിട്ടുണ്ട്, എന്നാലും അത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇനി അത് ഇടിച്ച് പിഴിയണം. അതേപോലെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഉലുവ, കരിഞ്ജീരകം, അതുപോലെ റോസ്മേരി, തവിട്ട്, വെമ്പാട. ഇത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവും, പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല, കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട്, മൈലാഞ്ചി കേട്ടോ. മൈലാഞ്ചിൻ്റെ ഇല കൂടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ മറന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എണ്ണയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ഇതിന്മേ പിടിക്കുകയേ ചെയ്യുള്ളൂ. നീരാകുമ്പോൾ അത് എണ്ണ എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ച് നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതിൻ്റെ നീര്, അല്ലെങ്കിൽ തുണിയിൽ കെട്ടി വെച്ചാലും മതി കേട്ടോ നീരെടുക്കാൻ. ഞാൻ എന്താ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയ അരിപ്പെടുത്തിട്ട് അതിലൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നീരെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് കരട് അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ടൊരു ലേസേ ഉണ്ടാവുള്ളൂ. തുണിയിലൊക്കെ ആകുമ്പോൾ ഒട്ടും തന്നെ ഇതിൻ്റെ കരടൊന്നും പെടില്ല, നല്ല തെളിഞ്ഞ നീരായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മുടെ മാറ്റി വെച്ച ഉലുവ, റോസ്മേരി, ബമ്പാടൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ചെറിയൊരു ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട്, കരിഞ്ജീരകം എല്ലാം കൂടെ കൂടിയിട്ട് അത് ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ നല്ലോണം ഒന്നും പൊടിച്ചിട്ടില്ല, എന്നാലും ഒന്ന് ചതച്ചെടുത്തിട്ടിടും. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീരും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് ആദ്യം വറ്റിച്ചെടുക്കുക. അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ നീരെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അതിൻ്റെ വെള്ളം പോകുന്നത് വരെയായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. മറ്റേത് എണ്ണയിലിട്ടങ്ങാണ്ട് ചെയ്യുമ്പോൾ എണ്ണക്ക് കുറേ ചൂട് വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലതെന്ന് ചെയ്യാം, നമുക്കിതിൻ്റെ വെള്ളം വറ്റാനായിട്ട് ഒന്ന്
ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ടൊക്കെ കൂടി യോജിപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. കൂടുതൽ നേരിട്ട് എണ്ണയിലിട്ട് ഇളക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുക്കണം. എന്നെങ്കിലുള്ളൂ അതിൻ്റെ ഈ ഉലുവടി ഇതിൻ്റെയൊക്കെ തരി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒന്നും കൂടെ അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം അരിച്ചെടുക്കാൻ. വീണ്ടും നമ്മുടെ അരിപ്പിയിലിട്ടിട്ട് ഇതൊന്നും കൂടെ ഇതിൻ്റെ കരടൊക്കെ കളഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എണ്ണയിൽ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാവും എണ്ണ മാത്രം പിടിച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രശ്നമല്ല. നേരിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച് നല്ലപോലെ എടുക്കാവുന്നതാണ്. ഏകദേശം ആ കരിഞ്ജീരകത്തിൻ്റെ കളറും എല്ലാം കൂടി ആയിട്ട് ഒരു ശരിക്കും തന്നെ ഒരു ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചലിന്, താരത്തിന്, അതേപോലെ മുടി വളരാൻ എല്ലാറ്റിനും നല്ലതാണ്. അതേപോലെ തലക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഒക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇതേപോലെയാണ് എൻ്റെ തലയിൽ എണ്ണ ഉണ്ടാക്കി കാച്ചി തേക്കാറ്. എൻ്റെ മോൾക്കും എനിക്കും. ഞങ്ങൾ വീട്ടിലെല്ലാവരും കാര്യമായിട്ട് ഞാനും മോളുമാണ് തേക്കാറ്. അപ്പോൾ എല്ലാവരും തന്നെ തേക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ലിറ്ററിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ചിട്ട് വരണം. എണ്ണയും ഇതിലെ ഈ നമ്മുടെ എടുത്ത എല്ലാത്തിൻ്റെയും നീരും കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് നല്ലപോലെ തിളച്ച് നല്ലപോലെ ഒരു പതയായിട്ട് വരും. കണ്ടോ, നല്ല പതയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പത മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പത കളയണ വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുവരെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പത മാറുന്നതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ യോജിപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. കറുത്ത കളറും കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം കൂടി യോജിച്ച് ഒന്ന് എണ്ണയിൽ കടന്നിട്ട് നല്ലപോലെ ഇത് യോജിക്കണം. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നീരെടുക്കണോണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ കക്കവും കാര്യങ്ങളൊന്നും ഇതിൽ പെടില്ല. നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ, നല്ല എണ്ണയായിട്ട് തന്നെ കിട്ടും. മറ്റേത് ഇതിങ്ങനെ അതിൻ്റെ ആ തരി ഇതിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ എണ്ണ പോവും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ നീരെടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ആദ്യം കുറച്ച് തിളപ്പിക്കും കൂടെ ചെയ്യുമ്പോൾ അത്ര നേരം എണ്ണ അടുപ്പത്ത് വെക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ പതൊക്കെ ഏകദേശം ഇങ്ങനെ മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരത്തൊക്കെ പരിപാടിയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ കുറച്ച് എണ്ണയല്ലേ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കും, കുറേ എണ്ണയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട്, നല്ലതാണ്, മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആട്ടിയ എണ്ണനെ ആകുമ്പോൾ നമുക്ക് നല്ല ഇതിൽ തേക്കും ചെയ്യാം. താരനൊക്കെ നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ പതെല്ലാം വറ്റി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഇത് വറ്റി വരുന്നതാണ്. പിന്നെ കുറേ നേരം ഇട്ടിട്ട് എണ്ണ മൂപ്പിക്കാൻ നിൽക്കരുത്, അത് തലക്ക് ദോഷം ചെയ്യും. ഈ
പത മാറുന്നതോട് കൂടെ ഗ്യാസ് ഓഫാക്കണം കേട്ടോ. അത് ഓഫാക്കിയിട്ട് വെക്കണം. ഇത് പിന്നെ ഈ ചട്ടി തന്നെ കിടന്നിട്ട് ഒരു നൈറ്റായി തന്നെ കിടക്കണം. 24 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുപ്പിയിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഒരു കേടും വരില്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല വാസനയൊക്കെയാണ് കേട്ടോ. തലയിൽ തന്നെ നമുക്ക് എണ്ണ തേക്കുമ്പോൾ നല്ല വാസനയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ പതെല്ലാം പോയി, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇളക്കി നോക്കിയാൽ അറിയാം അതിൻ്റെ ചടിയും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല കൂടുതലും. അപ്പോൾ നമുക്കത് ചൂടാറിയതിന് ശേഷം കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കണ്ടോ, അതിൻ്റെ കരടൊന്നുമില്ല. എണ്ണ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കുപ്പിയിൽ എടുത്ത് വെക്കാവുന്നതാണ്.